നമുക്ക് ഒരു 85 രൂപ കൊടുക്കാം. ഒരു 85 രൂപയ്ക്ക് ഫുൾ ലോഡ് അൾട്ടോ അല്ല. 17 മോഡൽ ഉണ്ട്, ഡീസൽ വണ്ടിയാണ്, ZI ആണ്. നമുക്ക് ചോദിക്കുന്ന പ്രൈസ് 6.5 ലക്ഷം രൂപ. അത് നമുക്ക് 6 രൂപ വരെ ലോണും ചെയ്യാം. ഒരു 50 രൂപ മാക്സിമം കുറച്ച് കൊടുക്കാം. മാക്സിമം നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിലാറെ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം. മാക്സിമം നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ പാസ്സാവുന്ന വണ്ടിയാണ്. അപ്പൊ ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ലോണിൽ തന്നെ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് കിട്ടും. 490 ചോദിക്കുന്നുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്. 490. പേപ്പറൊക്കെ നമുക്ക് പേപ്പർ 5 വർഷത്തെ പേപ്പർ 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ് ഫ്രണ്ട്സ്. അപ്പൊ റിയൽ ചോയ്സിന് രണ്ടാമത്തെ ഒരു കിട്ടലും പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് പാർട്ട് കാണാത്തവർക്കായിട്ട് നമുക്ക് അതിന്റെ ലിങ്ക് നമുക്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേഞ്ചിൽ ഏകദേശം 10-60ഓളം വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ സ്വിഫ്റ്റ്, റിഡ്സ് അങ്ങനത്തെ മിഡ് റേഞ്ച് വാഹനങ്ങളൊക്കെ വേണ്ടവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് 1-2 വാഹനങ്ങളല്ല, ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പെട്രോൾ വേണ്ടവർക്ക് പെട്രോൾ ഉണ്ട്, ഡീസൽ വേണ്ടവർക്ക് ഡീസൽ ഉണ്ട്, ഓട്ടോമാറ്റിക് സെഗ്മെന്റുകൾ, അങ്ങനെ എല്ലാ റേഞ്ചിലുള്ള വാഹനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നമുക്ക് മേജർ ആക്സിഡന്റ് ഫ്ലഡിനൊക്കെ 100% ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊടുക്കാം. മാക്സിമം നമുക്ക് ഗ്യാരണ്ടി കാര്യങ്ങളെല്ലാം നമുക്ക് ഇവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ നമുക്ക് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ കറക്റ്റ് എങ്ങനെ റിയൽ ചോയ്സൊക്കെ എത്തിച്ചേരാം. മലപ്പുറത്ത് നിന്ന് 2 കിലോമീറ്റർ, കാവങ്ങൽ മുണ്ടുപറമ്പ് ബൈപ്പാസിലാണ്. അപ്പോൾ നമുക്ക് ഈ കാണുന്നത് മുണ്ടുപറമ്പ് ബൈപ്പാസ് ആണ്. മലപ്പുറം KSRTC ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ആ ഒരു അത്രേ ഉള്ളൂ. അപ്പം ഇനി ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ വാട്സപ്പ് ചെയ്താൽ നമുക്ക് വാട്സപ്പിൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഇവർ ഷെയർ ചെയ്ത് തരും. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു മാരുതിൻ്റെ SUV എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഡീസൽ വേരിയന്റ് ആണ്. മാരുതി സുസുക്കി വിചാര ബ്രസ വൈറ്റ് ഫിനിഷിംഗിൽ, അതും കാലിക്കറ്റ് KL11 രജിസ്ട്രേഷന്. എങ്ങനെയാണ് നിസാമത്തിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2017 മോഡൽ ZI. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡാണ്. അതേപോലെ തന്നെ നമുക്ക് 2 സൈഡ് എയർ ബാഗ് കാര്യങ്ങൾ, സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് കാര്യങ്ങൾ, കമ്പനി അലോയ്സ്, റിയറിൽ വൈപ്പർ, അതേപോലെ തന്നെ റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉൾപ്പെട്ടിട്ടുള്ള ഡീസൽ ഒരു 18-20 തന്നെ ലോണ്ടറിയിൽ മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി വാഹനം. മേജറായ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും മേജർ ഒന്നുമില്ല. ഇത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഓണർ. കിലോമീറ്റർ പറഞ്ഞത് കിലോമീറ്റർ 130. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്കതൊരു 6.5 രൂപയിലേക്ക് കൊടുക്കാം. 6,50,000 രൂപ. ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എത്ര രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും? 6 രൂപേന്റെ അടുത്ത് ലോൺ ചെയ്യാം. മാക്സിമം നമുക്ക് ലോണും ചെയ്യാം. അപ്പൊ നമുക്ക് 17 മോഡലാണ്. 17 മോഡൽ ഉണ്ട്, ഡീസൽ വണ്ടിയാണ്, ZI ആണ്. നമുക്ക് ചോദിക്കുന്ന പ്രൈസ് 6.5 ലക്ഷം രൂപ. അത് നമുക്ക് 6 രൂപ വരെ ലോൺ ചെയ്യാം. ഒരു 50 രൂപ മാക്സിമം കുറച്ച് കൊടുക്കാം. മാക്സിമം നമുക്ക് വന്നു കഴിഞ്ഞാൽ അതിലാറെ ചെറിയ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കാം കേട്ടോ. അതൊരു ഡീസൽ സ്വിഫ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത്. ഫുൾ ഓപ്ഷന്റെ വീൽ ഉള്ളൂ, വീഡിയോ ആണ് അല്ലേ. 2015 അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 2011 മോഡൽ ഡീസൽ വണ്ടിയാണ്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 130 അല്ലേ. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? മേജർ ഒന്നുമില്ല. ഒരു 18-20 മൈലേജും കിട്ടും. എത്ര നമ്മള് ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് തേർഡ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 130. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്കൊരു 280 കൊടുക്കാം. 280 കേട്ടോ. ഡീസൽ വണ്ടിയാണ്. സോ മൈലേജ് നോക്കുന്നവർക്ക് ചെറിയൊരു ഓൾട്ടോന്റെ പ്രൈസിന് ഇപ്പം നമുക്ക് കൊണ്ടാൻ പറ്റുന്ന ഒരു ഡീസൽ സ്വിഫ്റ്റ് 280. ഏകദേശം ലോൺ സൗകര്യം ഉണ്ടാവുക? ലോൺ സൗകര്യം 11 ഇയർ ആയതിനെ കൊണ്ട് പ്രൈവറ്റ് ഫിനാൻസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റൂല. അടുത്തതാണ് നമുക്കൊരു കിഡ്ലം വാഹനമാണ്. ഒരു അടിപൊളി SUV എന്ന് തന്നെ പറയാം. ഇത് ഡീസലാണ് വരുന്നത്? പെട്രോൾ ആണ്. സോ നമുക്ക് മെയിൻ്റെനൻസ് കുറവ്, അതേപോലെ തന്നെ അത്യാവശ്യം ഒരു 15-16 മൈലേജ് കിട്ടുന്ന ഹോണ്ടയുടെ WRV ആണ്. ഇന്റീരിയറൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും, സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, കമ്പനി ഇൻബിൽട്ട് സ്റ്റീരിയോ, 2 സൈഡ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 1 lakhന്റെ ഉള്ളിൽ. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്കതൊരു 485 റേഞ്ചിലേക്ക് കൊടുക്കാം. 485 ബെസ്റ്റ് പ്രൈസിന് നമുക്ക് വണ്ടി ഉണ്ടോ? ഒന്നും ഉണ്ടാവില്ല, ഉപയോഗിച്ചാൽ മതി. ഒറിജിനൽ കേരള വണ്ടിയല്ല? ഒറിജിനൽ കേരള. ഏകദേശം നമുക്ക് ലോണൊക്കെ എത്ര വരെ ചെയ്യാൻ പറ്റും? ലോൺ നമുക്കൊരു 4-4.25 രൂപ വരെ നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. ചെറിയ ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാം കേട്ടോ. അടുത്താണ് നമുക്ക് ലാസ്റ്റ് പാർട്ടിൽ ഒരു ക്ലിംബർ ഉണ്ടായിരുന്നു. ഇതിൽ നമുക്കൊരു കിഡ് വരുന്നുണ്ട്. ഇത് ഓട്ടോമാറ്റിക് ആണോ? ഓട്ടോമാറ്റിക് തന്നെയാണ് അല്ലേ. അപ്പോൾ നേരത്തെ നമ്മൾ ലോ കിലോമീറ്ററോടെ വണ്ടി പരിചയപ്പെട്ടിരുന്നു. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2016 മോഡല്, 60 സംതിങ് കിലോമീറ്ററോടെ സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ. നമുക്ക് മേജർ ആക്സിഡന്റ് ക്ലെയിമും നിലവിൽ വർക്കും ചെയ്യിക്കാനില്ല. അതിന്റെ ടോപ്പ് ലോഡ് വണ്ടിയാണ്. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മളൊരു 330 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. ഏകദേശം മാക്സിമം നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ ഒരു 10-20 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മാക്സിമം നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ പാസ്സാവുന്ന വണ്ടിയാണ്. അപ്പോൾ ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ലോണിൽ തന്നെ നമുക്ക് ചേർക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് കിട്ടും. അടുത്ത നമുക്കൊരു കിട്ടണം ഇനോവയാണ്. അതും സിൽവർ ഫിനിഷിങ്, ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആണ്. Type 4 ഒക്കെയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? ഇത് 2009 മോഡല്,
അപ്പൊ കൺവേർട്ടർ ആയിട്ടുണ്ട്, ഫോർത്ത് ഓണർ ആയിട്ടുണ്ട്. ഒറിജിനൽ കേരളാണ് വണ്ടി? ഒറിജിനൽ കേരള ഫോർത്ത് ഓണർ വണ്ടി. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഞാൻ 2 കൊല്ലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്. അപ്പൊ നിങ്ങൾക്ക് അത്ര 100% നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. ടൈപ്പ് 4 കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വരെ ഇത്ര കാലമായിട്ട് മാറിയിട്ടില്ല. ഒരു ക്ലെയിമും ഇല്ല. ടൈപ്പ് 4 ആക്കിയിട്ടുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ നമുക്ക് പിന്നെ അലോയ്സ്, ആൻഡ്രോയിഡ് സിസ്റ്റം, അങ്ങനെ അത്യാവശ്യമൊക്കെ ഫീച്ചേഴ്സും ആഡ് ചെയ്തിട്ടുള്ള വാഹനം. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? ഇതൊരു 490 ചോദിക്കുന്നുണ്ട്. ഒറിജിനൽ കേരള വണ്ടിയാണ്. 490. പേപ്പറൊക്കെ നമുക്ക് 5 വർഷത്തെ പേപ്പർ 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ആണ്. അപ്പൊ നമ്മള് 490 ഒറിജിനൽ കേരള ഇന്നോവ ടൈപ്പ് 4 കേട്ടോ. അടുത്ത തവണ നമുക്ക് ഇന്നോവന്റെ ഷേപ്പിൽ തന്നെ വരുന്ന ഒരു കുട്ടി ഇന്നോവയാണ്. സെന്നെസ്റ്റിലോ അല്ലെ? റെഡ് ഫിനിഷിംഗ് ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2008 മോഡൽ. പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് കെ സീരീസിൽ വരുന്നതാണ്. സോ നമുക്ക് വാഗ്നാറിന്റെ ആ ഒരു സെയിം സെഗ്മെന്റ് ആണ്. ആ ഒരു മൈലേജും നമുക്ക് യാത്രാ കംഫർട്ടൊക്കെ കിട്ടുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 120 റേഞ്ചിലൊക്കെ. എത്ര നമ്മൾ ചോദിക്കുന്ന ഈ വാഹനത്തിന്? ഇത് നമുക്കൊരു 1.5 റേഞ്ചിലൊക്കെ കൊടുക്കും. 1.5 നമുക്ക് ചെയ്യാൻ പറ്റും. 5 വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്. അടുത്ത നമുക്കൊരു ടയോട്ട എത്തിയോസ് ലിവയാണ്. പ്ലാറ്റിനം ടൈപ്പ് ആണ് വരുന്നത്. അതും KL 55 നിലവിൽ നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2014 മോഡൽ രജിസ്ട്രേഷൻ. ഓക്കെ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ റീനാനെ കൊണ്ട് നമുക്കൊരു കൺഫേം ഏൽക്കാൻ കഴിയില്ല. എന്നാലും എഞ്ചിന് മെക്കാനിക്കലൊക്കെ എന്താണ്? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്ലാറ്റിനം ടൈപ്പ് ആണ്. നിലവിൽ KL 55 നമ്പർ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു എത്തിയോസ് ലിവ. ഈ സമയം നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഒരു വാഹനം? നമുക്ക് ഫൈനൽ ഒരു 3.25 രൂപ 3.25 നമുക്ക് ചെയ്യാൻ പറ്റും. മാക്സിമം ലോണും ചെയ്യാം. അടുത്തതാണ് നമുക്കൊരു ഫസ്റ്റ് ജനറേഷൻ ഓൾട്ടോ ആണ്. സിൽവർ ഫിനിഷിംഗ് ആണ്. LXI ആണ്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2008-9. ഓക്കെ. പേപ്പറൊക്കെ പുതിയ പേപ്പർ അല്ലേ വരുന്നത്? പുതിയ പേപ്പർ. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു വാഹനം? നമുക്കൊരു 85 രൂപ കൊടുക്കാം. ഒരു 85 രൂപയ്ക്ക് ഫുൾ ലോഡ് ആൾട്ടോ അല്ലേ? അടുത്താണ് നമുക്കൊരു ഡീസൽ വേരിയന്റിലൊരു മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഡിസയർ. ഇതിനൊക്കെ നോക്കി നല്ല സ്പേഷ്യസ് ആണ്. നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനമാണ്. അപ്പോൾ നല്ല മൈലേജും ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന വീഡിയോ ഓപ്ഷന്. AC പവർ സ്റ്റിയറിംഗ്, 4 പവർ വിൻഡോ, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങൾ, അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2013 മോഡൽ VDI. 2013 VDI അല്ലേ? കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.5. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമുക്കൊരു 3.30 റേഞ്ചിലൊക്കെ കൊടുക്കും. 3.30 അല്ലേ? ഒരു 10-50 രൂപയ്ക്ക് വേണ്ടി ഇറക്കാം അല്ലേ? അടുത്ത തവണ നമുക്ക് ടയോട്ട എത്തിയോസിൽ സെഡാൻ വേണമെന്നുള്ളവർക്ക് ഇതാണ് ഒരു അടിപൊളി വാഹനം. ഇത് ഒറിജിനൽ കേരളാണ് വണ്ടി? ഒറിജിനൽ കേരള പെട്രോൾ വേരിയന്റ്. ഒറിജിനൽ കേരള പെട്രോൾ വേരിയന്റ്. അപ്പോൾ ലോ കിലോമീറ്ററും അതേപോലെ തന്നെ നമുക്ക് ലോ മെയിൻ്റെനൻസും ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് നമുക്ക് ഫുൾ കമ്പനി ഫിറ്റിംഗ്സിൽ തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് വന്നിട്ടുള്ളൊരു വാഹനമാണ്. നല്ല സ്പേഷ്യസ് ആണ്. മൈലേജ് അതേപോലെ തന്നെ നമുക്ക് ലോ മെയിൻ്റെനൻസ്. എത്രയാണ് നമുക്ക് ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 3 രൂപ ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം. അപ്പോൾ ഒറിജിനൽ കേരള വാഹനമാണ്. 3 രൂപ ചോദിക്കുന്നുണ്ട്, മാക്സിമം കുറച്ച് തരും. ട്രാക്ക് വേണ്ടി അത്യാവശ്യം നമുക്ക് മാക്സിമം ലോണും ചെയ്യാം. യെസ്. അപ്പോൾ അടുത്ത് നമുക്ക് വീണ്ടും കുറച്ച് ചെറുവാഹനങ്ങളുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു ഇയോൺ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012 മോഡല് വടകര രജിസ്ട്രേഷൻ ആണ് വരുന്നത്. യെസ്. എങ്ങനെയായിരുന്നു ഇത് കിലോമീറ്റർ ഒക്കെ വരുന്നത്? കിലോമീറ്റർ 90 സംതിങ് കിലോമീറ്റർ. ഇന്ത്യയിലൊക്കെ നോക്കി നല്ല അടിപൊളിയാണ്. AC പവർ സ്റ്റിയറിംഗ്, അതേപോലെ തന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു വാഹനമാണ്. അത്യാവശ്യം നമുക്ക് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് കണ്ടീഷന്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഒരു വാഹനം? ഒരു 1.5 രൂപയ്ക്ക് കൊടുക്കാം. 1.5 രൂപയ്ക്ക് അല്ലേ? ട്രാക്കിന്റെ മാക്സിമം ഒരു 10 രൂപ വണ്ടി ഇറക്കും ചെയ്യാം. ചെറിയൊരു EMI നമുക്ക് വണ്ടി ഉണ്ടാവും കേട്ടോ. അടുത്തൊരു സാൻഡ്രോ ആണ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2010 മോഡല്. പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കാം. ഓക്കെ. എത്ര നമുക്ക് ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മള് ഇതൊരു 1.25 രൂപ ചോദിക്കുന്നുണ്ട്. ഓക്കെ. 1.25. അതായത് 5 വർഷത്തെ പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം സെറ്റാണ്. അപ്പോൾ നമുക്ക് പേപ്പറൊക്കെ എടുത്തിട്ടുള്ള 1.5 കേട്ടോ. അടുത്ത വീണ്ടും നമുക്ക് ലാസ്റ്റ് പാർട്ടിൽ നമുക്കൊരു സണ്ണി പരിചയപ്പെടുത്തി. ഇതിൽ നമുക്കൊരു കിട്ടുന്ന സണ്ണി വരുന്നുണ്ട്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഡീസൽ റീരജിസ്ട്രേഷൻ വണ്ടി. റീരജിസ്ട്രേഷൻ ഒറിജിനൽ കേരള വേണ്ടവർക്ക് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ നല്ലൊരു അടിപൊളി വാഹനം പരിചയപ്പെട്ടിരുന്നു. ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 1.5 എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഒന്നുമില്ല. അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. ലോങ് ഡ്രൈവിൽ 22 മുതൽ നമുക്ക് മൈലേജ് കിട്ടും. അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനം കിട്ടും. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇതൊരു 2.5 രൂപ കൊടുക്കാം. 2.5 രൂപയ്ക്ക് അല്ലേ? മാക്സിമം ലോണും ചെയ്യാം. അഗൈൻ വീണ്ടും നമുക്ക് ഇതാണ് വീണ്ടും ഒരു വാഗണർ ആണ്. പാലക്കാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2012 മോഡൽ. 2012 അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് VXI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, റിയർ വൈപ്പർ, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ കാര്യങ്ങൾ, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു വാഹനം. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 80 സംതിങ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 2.5 രൂപ കൊടുക്കാം. 2.5 രൂപയ്ക്ക് നമുക്ക് ചെയ്യാം. മാക്സിമം ഡിപ്പെൻസ് ഇല്ല. ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ലോണും ചെയ്യാം.
അടുത്ത നമുക്കൊരു XV ഓപ്ഷനിൽ വരുന്ന ഒരു മൈക്രയാണ്. ഇത് ഡീസലാണോ അത് പെട്രോൾ ആണോ? ഇത് ഡീസൽ. ഇത് നമുക്ക് മൈലേജ് കൺസിഡർ ചെയ്യുന്നവർക്ക് മൈലേജും അതേപോലെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ കിട്ടുന്ന ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയാണ്. AC പവർ സ്റ്റിയറിംഗ്, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, കീലെസ് എൻട്രി, അങ്ങനെ ഏറ്റവും സൈഡ് കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഏറ്റവും ടോപ്പ് ലോഡിൽ ഡീസൽ വേരിയന്റ്, അതും 22 മുതൽ 24 വരെ മൈലേജ് കിട്ടുന്ന ഒറിജിനൽ കേരള വിത്ത് ഫാൻസി നമ്പറിൽ വരുന്ന ഒരു വാഹനം. എങ്ങനെയായിരുന്നു മോഡൽ പറഞ്ഞത്? 2013 മോഡൽ XV. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഓക്കെ, സെക്കൻഡ് ഓണർ വണ്ടി. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക്? നമുക്കൊരു 3 രൂപ വെക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം. 3 രൂപ അതിൽ മാക്സിമം കുറച്ച് കൊടുക്കാം. അടുത്തത് നമുക്കൊരു ഹോണ്ട ബ്രിയോ ആണ്. അപ്പോൾ നമുക്ക് ലേഡീസൊക്കെ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് നല്ലൊരു കിഡ്ലം വണ്ടിയാണ്. അത്യാവശ്യം ക്യൂട്ടായിട്ടുള്ള ഡിസൈനിൽ കാര്യങ്ങളും ഡോൾട്ടൂണൊക്കെ വരുന്ന വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടിയില്ല. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2013 മോഡൽ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 130 ഓടിയ സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ പെട്രോൾ ആയതുകൊണ്ട് നമുക്ക് മെയിൻ്റെനൻസിന്റെ കാര്യത്തിലൊരു ടെൻഷനും വേണ്ട. അത്രയും ടെൻഷൻ ഫ്രീ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു വാഹനം. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 285 റേഞ്ചിലോട്ട്. 285 മാക്സിമം ഒരു 2 രൂപയ്ക്ക് വരെ ലോൺ ചെയ്യാമല്ലോ. അടുത്ത വീണ്ടും നമുക്ക് എത്തിയോസ് ലീവുകൾ 2 വീണ്ടും വരുന്നുണ്ട്. നേരത്തെ നമ്മളൊന്ന് പരിചയപ്പെട്ടിരുന്നു. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2013 മോഡൽ രജിസ്ട്രേഷൻ റീവണ്ടിയാണ്. 2013 മോഡൽ അല്ലേ? AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ് കാര്യങ്ങൾ, കമ്പനി ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നത്? കിലോമീറ്റർ 170 അല്ലേ? പക്ക സ്റ്റോക്ക് കണ്ടീഷനിൽ നിർത്തിയിട്ടുള്ള വാഹനമാണ്. നമുക്ക് കംഫർട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പക്ക വെൽ സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ഒരു വാഹനം. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനം? 365 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം. ഒരു 19 രൂപയ്ക്ക് വണ്ടി ഇറക്കും ചെയ്യാം. അപ്പൊ ഇതിന് നമുക്ക് കിലോമീറ്റർ വാറണ്ടി ഉണ്ട്. അതുപോലെ എഞ്ചിൻ മെക്കാനിക് ഒക്കെ ഫിറ്റ് ആണല്ലോ, ഫിറ്റുള്ള വണ്ടി. then again നമുക്ക് വീണ്ടും തവണ നമുക്കൊരു സെയിം മോഡൽ തന്നെ സ്റ്റോക്ക് കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള എത്തിയോസ് ലിവ. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ? 15 മോഡൽ രജിസ്ട്രേഷൻ. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.5. ഇന്ത്യയിലൊക്കെ ഒക്കെ നോക്കി നല്ല കിടുവാണ് വരുന്നത്. അപ്പോൾ നമുക്ക് മൈലേജും അതേപോലെ തന്നെ നല്ലൊരു ഫാമിലിക്ക് ലോ മെയിൻ്റനൻസും കൺസിഡർ ചെയ്യുന്നവർക്ക് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത് പറഞ്ഞാൽ? ഇത് 4.30 അല്ലേ? മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം. എഗെയിൻ വീണ്ടും നമുക്കൊരു ബ്രിയോ തന്നെയാണ്. നേരത്തെ നമ്മൾ ഈ ബ്രിയോ പരിചയപ്പെട്ടു. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2013 മോഡൽ അല്ലേ? ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോ മെയിൻ്റനൻസ് ആണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമുക്കൊരു 290 റേഞ്ചിൽ കൊടുക്കാം. ആ റേഞ്ചിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 19 രൂപ ട്രാക്കൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് വണ്ടി ഇറക്കാം. അപ്പോൾ ലോ മെയിൻ്റനൻസിന് നല്ലൊരു കിള്ളം വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. ഇങ്ങനെ വീണ്ടും നമുക്ക് സ്വിഫ്റ്റിനാണ് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്ന പട്ടാമ്പി രജിസ്ട്രേഷൻ വാഹനമാണ്. ഏതായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2013 മോഡൽ ഡീസലാണ്. മൈലേജ് ഒക്കെ അത്യാവശ്യം നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാരുതിയുടെ സ്വിഫ്റ്റ് ആണ്. കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.25. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 3.30. ഒരു 19 രൂപയ്ക്ക് വണ്ടി ഇറക്കും ചെയ്യാം. യെസ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ റിയൽ ചോയ്സിലായിരുന്നു. രണ്ടാമത്തെ പാർട്ടും ഇവിടെ താൽക്കാലികമായിട്ട് നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗണിലെ കാവുങ്കൽ ബൈപ്പാസിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്പർ കാര്യങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നത് വീണ്ടും കാണാം. റിയാസ് ആൻഡ് നിസാം സൈനിങ് ഓഫ്.